എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ അനൂപ്ഗഡിലാണ്. പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡും നല്ല കടുക് പാടങ്ങളാണ് മുഴുവൻ. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. എന്നിട്ട് നല്ല മഞ്ഞും തണുപ്പുമാണ്. ഉച്ചയായാലും തണുപ്പിന് കുറവൊന്നുമില്ല കേട്ടോ. ടെമ്പറേച്ചർ 3-4 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തണുപ്പുണ്ടാവും. കോട്ടറയൂർ പുട്ടിയിട്ട് കഴിഞ്ഞില്ലെന്ന്. പുട്ടിയിട്ട് കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമായിരുന്നെങ്കിൽ ഞാനങ്ങ് കയറായിരുന്നു. കടുക് പാടങ്ങളൊക്കെ മഞ്ഞിൽ മൂടി നിൽക്കുക. വണ്ടിക്കകത്ത് കയറിയാൽ പിന്നെ നല്ല സുഖമാണ്. അതെ അതെ, ഹീറ്ററുള്ളതുകൊണ്ട് വെളിയിൽ അധികം നേരം നിൽക്കാൻ വയ്യ. അതെ, രാവിലെ ഒരു അരമണിക്കൂർ വണ്ടി സ്റ്റാർട്ടിങ് നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂട് ഹീറ്റർ പോലും ആയത്. അതെ അതെ, ഈ തണുപ്പ് കാരണമേ അത് റേസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ കടുക് പാടമാണ് കൂടുതലും തോന്നുന്നു. അല്ലെങ്കിൽ രാജസ്ഥാനിൽ നമ്മൾ അന്ന് പോയപ്പോഴും രാജസ്ഥാനും പഞ്ചാബും എല്ലാം ഇപ്പം കടുകിൻ്റെ സീസണാണ്. അതെ അതെ, മധ്യപ്രദേശ് അല്ലേ, ഇവിടെയൊക്കെ അതെ. അതെ, 10 മണിയായി. ഇനിയിപ്പോൾ 2 മണിക്കൂറെങ്കിലും വേണം അവിടെ ചെല്ലാൻ. അവിടെ ഇറക്കുന്നിടത്തേ ഉച്ചയാകുമ്പോഴത്തേനെ പണിക്കാരൊക്കെ എണീറ്റ് വരത്തുള്ളൂ. അന്നേരത്തെ ചെന്നാൽ മതിയല്ലേ. രാവിലെ താമസിച്ച പണിക്കാർ വരുവാണെങ്കിൽ അവർ നേരത്തെ പോവുകയും ചെയ്യും. 3-4 മണിയാകുമ്പോൾ പണി നിർത്തും. അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. രാവിലെ പമ്പിലെ ജീവനക്കാരാണല്ലോ അവിടെ തീ കത്തിക്കുന്നുണ്ടല്ലേ. എല്ലാവരും തീ കാഞ്ഞൊക്കെ നിൽക്കുക. നമ്മളെ നാട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ന്യൂസൊക്കെ കാണത്തില്ലേ, ഉത്തരേന്ത്യ കൊടും ശൈത്യത്തിന്റെ പിടിയിൽ നിന്നൊക്കെ. ഡിസംബർ ജനുവരിയിലൊക്കെ സൈഡ് മിറർ ഒന്നും കാണത്തില്ലെന്ന്. മഞ്ഞായല്ലോ. വണ്ടി ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും മഞ്ഞ് പിടിച്ച്. ഫ്രണ്ട് ഗ്ലാസ്സേ പിടിക്കാത്തതേ, ഹീറ്റർ അതേലേക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടാ. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞപ്പൂക്കൾ മാത്രമല്ലേ. ഇത് പുതിയ ടോൾ പ്ലാസ ആണെന്ന് തോന്നുന്നു കേട്ടോ, NH 911. അതെ, വിശക്കുന്നൊന്നും ഇല്ല ആർക്കും. പിന്നെ വിശക്കുന്നുണ്ട്. അതെ, ചായ കടിഞ്ചായ എല്ലാം കിട്ടിയാൽ നല്ലതായിരുന്നു. തൊണ്ടയ്ക്ക് ചെറിയ കിച്ച്. സൂര്യൻ ഇനിയും കുറച്ച് നാളത്തേനോ 1 മണിയായിട്ടേ വരത്തുള്ളൂ. ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നിട്ട് ഒരു 3 മണി 4 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. ശ്രീഗംഗാനഗർ 78 കിലോമീറ്റർ. ഇവിടെ എല്ലാം വഴി പോയി കിടക്കുവാണോ? അതെ, ഇത് മൊത്തം ഈ മണലാണോ എന്ന് ചോദിച്ചാൽ മണൽ എന്ന് പറയാൻ പറ്റില്ല, പൗഡർ പോലുള്ള മണ്ണാണ്. റോഡ് പണിതുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടോ, പൊക്കം കൂട്ടുക, പൊക്കിപ്പണിയാൽ ഇവിടെ നല്ലപോലെ ആയി. ആ സൈഡ് ഇവിടെ കൂട്ടി. എനിക്കിത് 4 ലൈനാണോ? രാവിലെ നമ്മൾ ആ വണ്ടി എൻ്റെ മുന്നിൽ ഒരു JCB കിടപ്പില്ലായിരുന്നു. എല്ലാൻ്റെ കേസാ. അപ്പോൾ ആ വണ്ടി വന്ന ഡ്രൈവർ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു. വണ്ടി അങ്ങോട്ട് വന്ന് തണുത്ത് കിടക്കല്ലേ, രാവിലെ ഇങ്ങോട്ട് വന്നു, സ്റ്റാർട്ട് ചെയ്തു. എൻജിൻ അങ്ങ് സ്റ്റാർട്ടായി വന്നില്ല. അതിന് മുമ്പ് തന്നെ അതിൻ്റെ അതേ അതിനെ പറ്റി വണ്ടി അവിടെ താന്ന് വേണോ? ഇതിനകത്തോട്ട് ഇറക്കിക്കൊണ്ടാരും പോയി ഇവന്മാരെ. രാജസ്ഥാൻ വണ്ടി തന്നെയാണ്. ഇതിലേ കയറി വന്നാണെന്ന് തോന്നുന്നു. അവിടെ താന്ന് നിൽക്കുക. ഇതിനകത്ത് ആരെങ്കിലും കൊണ്ടിറക്കും. എനിക്കൊന്ന് രാത്രിയിൽ അപ്പുറത്തെ ലൈനിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ, അതിലേ ഇറങ്ങി വല്ലതും വന്നതായിരിക്കും. ഇതേ ബൈപ്പാസ് പണിയുന്ന ഇതുണ്ടോ, പഴയ വഴി നേരെ അതേ ടൗണിലേക്ക് പോകും. ഇത് നമ്മളെ ബൈപ്പാസ്. അതെ, ആ വഴി ഓപ്പൺ ആയില്ലെന്ന് തോന്നുന്നു. വണ്ടികളെല്ലാം ഇതിലേ പോകുന്നത്. ഇതിലേ പോക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, ആ വണ്ടി അന്നേരം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം തന്നെ എടുത്തോണ്ട് അങ്ങ് പോയി JCB. ഒരു വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തണുത്ത് കിടക്കുന്ന വണ്ടി, ഇന്നലെ വൈകിട്ട് കൊണ്ടിട്ടാണല്ലോ, തണുത്ത് കിടക്കുന്ന വണ്ടി പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഒരു 3 മിനിറ്റെങ്കിലും സ്റ്റാർട്ടിങ് നിൽക്കണം എൻജിൻ. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാവുള്ളൂ. ഇത് പുള്ളി നേരെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എൻജിൻ സ്റ്റാർട്ടായി വന്നില്ല. അതിന് മുമ്പ് തന്നെ ഇവിടെ വണ്ടി എടുത്തങ്ങ് പോയി. അതിന് കുഴപ്പം എന്നാന്ന് വെച്ചാൽ എൻജിൻ ലൈഫൊക്കെ കുറയും. ഈ നിർത്തിയിട്ടേക്കുമ്പോൾ ഈ ഓയിലെല്ലാം എൻജിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ ആ ഓയിലെല്ലാം ഒന്ന് കയറി എൻജിൻ മുകളിൽ വരെ വന്ന് എല്ലാം ഒരു നല്ലൊരു ഇതിൽ എൻജിൻ വർക്കാകാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏത് വണ്ടിയും സ്റ്റാർട്ട് ചെയ്യുന്നതും നിർത്തുന്നതും അതുപോലെ ഒരു 2-3 മിനിറ്റ് തന്നെ നിർത്താതെ സ്റ്റാർട്ടിങ് നിന്നിട്ട് നിർത്തുന്ന എപ്പോഴും നല്ലത്. ഭയങ്കര പൊടിയാണ് ഇവിടെ, അന്തരീക്ഷത്തിലും പൊടിയാണ്. ഈ മണ്ണ് ഇതുണ്ടോ, ഇതിൻ്റെ മുകളിലും ലോഡ് താഴെയും ലോഡാണല്ലോ. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇഷ്ടത്തിന് പണിയാൻ പറ്റി. സൺസിറ്റി മാരിയേജ് പാലസ്, അത് മാർക്കറ്റാണ് ഇവിടുത്തെ. എല്ലായിടത്തും ഇതുപോലെ വലിയ മാർക്കറ്റുണ്ട്. കൃഷികളല്ലേ എല്ലായിടത്തും. കൃഷി ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റുകൾ. കരിമ്പടമൊക്കെ പോച്ച് പോകുന്നുണ്ടോ? മുഖ്യമണ്ടി പ്രാങ്കൺ എന്നാണ് സ്ഥലപ്പേര്. കുതിരവണ്ടി. ഇവിടെ ചോദിക്കണോ? ചോദിക്കാം. ഈ വേറെ വഴി ഇല്ലായിരുന്നല്ലോ.
അപ്പം ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക്, അല്ല ഓവർ ബ്രിഡ്ജ് അല്ല, ഫ്ലൈ ഓവർ, റെയിൽവേയുടെ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട്. നേരം വെളുക്കുന്നതിന് മുമ്പ് ബ്രാൻഡിക്കട അല്ല 10-10 ആയല്ലോ സമയമല്ലേ. ഇതേണ്ടേ ഉണ്ട്, ഇതുപോലെ നമുക്ക് ഒരെണ്ണം മേടിച്ചാണ്ട് നാട്ടിൽ കൊണ്ടിട്ടാലോ, നല്ലതായിരിക്കും. ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്, നമ്മുടെ ഫോളോവർ ആണെന്ന് തോന്നുന്നില്ല. നമ്മളെ ഇപ്പൊ മുമ്പേ കണ്ടില്ലേ ഈ ടൗണിൽ വരാതുള്ള പോകുന്ന ബൈപ്പാസാണ് അവിടെ പണിയാണ്ട്. ഇതേ റേസിംഗ് നഗറാണ് കേട്ടോ, റേസിംഗ് നഗർ റെയിൽവേ സ്റ്റേഷൻ. റേസിംഗ് നഗർ സ്ഥലപ്പേരേ ഉള്ളു അല്ലേ? റേസിംഗ് നഗർ അല്ലേ? ഇവിടെ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. മാർക്കറ്റ്, ചെറിയ മാർക്കറ്റുകളാണ്. ഇവിടെ എന്താ കല്യാണമാണ് കേട്ടോ, രാജസ്ഥാനി കല്യാണം കൂടിയാലോ. ഇതേ അല്ലല്ല, ഇതെന്തോ യാത്രയാ, ഇങ്ങോട്ടൊക്കെ വരുന്നവരായിരിക്കും മിക്കവാറും. വേറെന്താ പരിപാടിയാ? പാർട്ടി പരിപാടിയാണോ? അല്ല, പാർട്ടി പരിപാടിയാന്ന് തോന്നുന്നല്ലേ. അത് ചെണ്ടമേളമൊക്കെ ഉണ്ടല്ലോ, ചെണ്ടയൊക്കെ കൂട്ടിയാണല്ലോ. ഞാൻ ഓർത്ത് കല്യാണമായിരിക്കുന്നു. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നോന്ന് തോന്നുന്നല്ലേ? തോന്നേണ്ട കാര്യമായിരിക്കും, സ്കൂളിൽ പോകുന്ന കോളേജ്. അത് ചെറിയൊരു കച്ചവടം കടയാണ് അത് നടന്നു വരുന്നത്. അതെല്ലാം അതല്ലേ കണ്ടോ, വേറെ വണ്ടികളുണ്ട്. ഇത് മൊത്തം നമ്മളെ ടൗണിൽ കൂടെ കയറിയാണ് വരുന്നത്. ഈ ബൈപ്പാസുകൾ ഒരുപാടായി, അതുകൊണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ ടൗണിൽ കൂടെയും കയറിയായിരുന്നു പണ്ട് വഴികൾ. ടിപ്പറൊക്കെ കണ്ടോ, മുകളിലോട്ട് എന്നാ പൊക്കത്തിലാണ് പെട്ടി പണിത് വെച്ചേക്കുന്നത്. ശ്രീഗംഗാനഗർ റൈറ്റ് 70 കിലോമീറ്റർ. ശ്രീഗംഗാനഗർ 71, അവിടെ 70 അല്ല, അവിടെ 77 ഇവിടെ 71. അതെ അതെ, 100 മീറ്റർ വ്യത്യാസത്തിൽ അത്രയും കിലോമീറ്റർ വ്യത്യാസം കേട്ടോ. ഇതുണ്ടോ ഒരു ട്രാക്ടർ വരുന്ന ലോഡ് കണ്ടോ? ഒരാളെ ചൂടുവെള്ളമൊക്കെ എടുത്ത് ബിസ്ക്കറ്റൊക്കെ തിന്നോ? അത്ര വിശന്നിരിക്കായിരുന്നോ? ഞാൻ സമയത്ത് ആഹാരം കഴിച്ചു. എനിക്ക് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഡയറ്റ് കഴിയുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കും. അത് ബിസ്ക്കറ്റ് ആണെങ്കിലും മതി, എന്തെങ്കിലും സാധനം. രാവിലെ ശാലേ സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ടാകാം, ആയിരിക്കും എളുപ്പം. എന്താ കഴിച്ച് ചായയും കുടിച്ചിട്ടങ്ങ് പോയേക്കാം പെട്ടെന്ന്. എന്നിട്ട് പോണോ, ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേ പണിക്കാർ പോകുന്ന സമയമാവും. ഇത് കടുകൊക്കെ പൊട്ടിച്ച് ശകലം വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ തേങ്ങായ ഇട്ടു, ഇങ്ങനെ ഇളക്കി 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ചായയും കൂടെ വെക്കാം അല്ലേ? ഉപ്പ് അങ്ങനെ ഉണ്ട്, ഷുഗർ വേണ്ടല്ലോ. കണ്ട കോട്ടൺ കൊണ്ട് വരുന്ന വണ്ടിയാണ് നമ്മൾ ഇന്നലെ കണ്ട പോലെ. ട്രാക്കിൻ്റെ ബാഗിൽ ഡബിൾ ടയറൊക്കെയാണ്, ലോറിയുടെ പോലെ വലിയ ഡബിൾ ടയറാണ് കൊടുത്തേക്കുന്നത്. ഗോതമ്പ് കൃഷിയുണ്ടെന്ന് തോന്നുന്നല്ലേ? ഗോതമ്പും കടുകുവേ കാണാനുള്ളൂ ഇവിടെ. പടുതാക്കുളം ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി പടുതാക്കുളം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ എന്ത് രസമല്ലേ! ഇതെന്നാ വീടല്ല, മന്ദിറാണോ? മന്ദിരം പോലുണ്ട്. ഉണ്ടാകുണ്ട് എല്ലാം കുഞ്ഞുങ്ങൾ, വലിയ വലിപ്പം ഇല്ലല്ലേ? ക്ഷീണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? തീറ്റയൊന്നും കിട്ടുന്നില്ലായിരിക്കും. ഈ കടുകേ നമ്മൾ നെല്ല് കൊയ്യുന്ന പോലെ കൊയ്യുമായിരിക്കും അല്ലേ? എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, അതിനെ കുറിച്ച് അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തരും. വേറെ ഏരിയ അല്ലേ? ഈ സമയത്ത് ഇവിടുത്തെ മെയിൻ കൃഷി കടുകായിരിക്കും. ഇത് ഈ സീസൺ കഴിയുമ്പോൾ വേറെ നെല്ലായിരിക്കും. ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടോ, എല്ലാം ഒരു മണ്ണിന്റെ കളർ മാത്രമേ ഉള്ളൂ. ഇവിടെ അല്ല ഇപ്പം ബാഗ് ഡബിൾ ടയർ ഉള്ള ട്രാക്ടറാ. ഇവിടെയും വഴിപണി നടക്കുക, കോൺക്രീറ്റ് ചെയ്യുക. ഈ മണ്ണ് ഉറപ്പില്ലാത്തതുകൊണ്ടായിരിക്കുവേ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ ടോൾ ബൂത്ത് ഉണ്ടാക്കാനാണ്. 4 ലൈൻ ഒന്നും അല്ലല്ലോ. 4 ലൈൻ അല്ല, എന്നാലും നേരത്തെ ഇതിലും ചെറിയ വഴിയായിരുന്നായിരിക്കും, ഇപ്പം വലിയ വഴിയായിട്ട് പണിതായിരിക്കും, ഡബിൾ ലൈൻ ആക്കി പണിതായിരിക്കും. ആ കട്ട വെച്ചേക്കുന്നുണ്ടോ? അത് കണ്ട ഡിസൈൻ ആണെന്നേ തോന്നുള്ളൂ അല്ലേ? പല കളറാണല്ലോ, അതിന്റെ കളർ അതാണ്. ഇതുണ്ട്, ഇതേ ഈ സാധനം ഇത് കത്തിക്കാൻ വേണ്ടി തന്നെ കൊണ്ടിട്ടേക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം കട്ട് ചെയ്ത് ഉമ്മി പോലെ കണ്ടാ മണലാന്ന് ഓർക്കൂല്ലേ? ഊണ്ട് വണ്ടികളൊക്കെ ലോഡ് കയറ്റി നിർത്തിയേക്കുന്നുണ്ടോ? കുഞ്ഞൊരു കാളവണ്ടി. 2 ഡ്രൈവർമാരാണോ?
ഇച്ചിരി മഞ്ഞും കൂടി ഇല്ലാതെ ഇച്ചിരി വെയിലൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും അതെ അല്ലേ? അതെ, വെയിൽ വരണ 1 മണി 2 മണിയൊക്കെ ആവണം. ഇതുണ്ടോ ആ ബസ്സിന്റെ ഫ്രണ്ട് വരെ തുണി കെട്ടി വെച്ചേക്കുന്നുണ്ടോ, കാറ്റടിച്ച് കയറാതിരിക്കാൻ വേണ്ടി. ഈ മുള്ളുമരം മാത്രമേ ഉള്ളല്ലേ ഇവിടെ? മുൾച്ചെടി നമ്മൾ കാശ്മീരും ഷിംലയിലും ഒക്കെ പോയി ആപ്പിൾ തോട്ടമാണ് കണ്ടത്. ഇവിടെ രാജസ്ഥാനിൽ വന്ന് നമ്മളിത് കിന്നുവിൻ്റെ തോട്ടം നോക്കി, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങേ സൈഡിലത്തോട്ടൊക്കെ പറിച്ച് കഴിഞ്ഞാൽ തോന്നല്ലേ. നമുക്ക് ഓറഞ്ച് തോട്ടം എന്ന് പറയാം അല്ലേ, ഇവിടെ കിന്നു എന്നാണ് ഇവർ പറയുന്നത്. തമിഴ്നാട്ടിൽ എന്നാ പറയുന്നത്? സാത്തുക്കുടിയോ? സാത്തുക്കുടി ഓറഞ്ച് എന്ന് പറയും. സാത്തുക്കുടി ഓറഞ്ച്. ഓറഞ്ചാണ്. ഓറഞ്ചിന്റെ വേറൊരു ഐറ്റം. അതെ, പക്ഷെ നമ്മുടെ അവിടുന്ന് വരുന്ന നാഗ്പൂർ ഓറഞ്ചിന്റെ ഒന്നും അത്ര ഒരു ടേസ്റ്റ് ഇല്ല. അതല്ല, പക്ഷെ ഇതിന് വേറൊരു ടേസ്റ്റ്. ഇത് പറിക്കാറായി നിൽക്കുകയാണല്ലോ മൊത്തം അല്ലേ? ഇപ്പൊ ഇവിടെ ഇതിന്റെ വിളവെടുപ്പ് നടക്കുന്ന സമയമാണ്. നമുക്ക് തിരിച്ച് ഇതിന്റെ ലോഡ് കിട്ടുമോ നോക്കാം. അതെ, അതൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. അതെ അതെ, ഈ ഗംഗാനഗറിലേക്ക് വന്നത് തന്നെ ഈ ഒരു ലോഡ് പ്രതീക്ഷിച്ചാണ്. പിന്നെ ഇത് കാണാൻ വേണ്ടി. അതെ, അങ്ങോട്ടൊക്കെ ഒത്തിരി ഉണ്ടെന്നാ പറഞ്ഞു. ആ സൈഡിൽ ഒരുപാട് ഏരിയ ഉണ്ട്, അങ്ങോട്ട് കയറി നോക്കാം. എൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, അതായത് വന്നിട്ട് അങ്ങ് പോയെന്ന് തോന്നുന്നു. പറിച്ചോണ്ടും പോകാൻ പറഞ്ഞു, ആവശ്യത്തിന് പറിച്ചോളാൻ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി, ഇതേ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം ഇങ്ങനെ മുട്ട് കൊടുത്ത് നിർത്തിയേക്കോ കേട്ടോ ഇടയ്ക്കൂടെ. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതല്ലേ പിടിച്ചപ്പോഴത്തേനും ഒരെണ്ണം താഴോട്ട് വീണത്. പക്ഷെ ഇത് അത്ര പഴുത്തല്ല, ഇഷ്ടം പോലെ നിലത്തോടെ പൊഴിഞ്ഞും കിടപ്പുണ്ട് കേട്ടോ. പൊഴിഞ്ഞ് കിടക്കുന്നതൊക്കെ കേടായിരിക്കും, അതെ, കേടായതൊക്കെ. പഴുത്തതൊക്കെ ഒത്തിരി പറിച്ചുകൊണ്ട് പോയത്. ആ നിൽക്കുന്നതിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നാണ് പറഞ്ഞത്, അതെല്ലാം പറിച്ചുകൊണ്ട് പോയതാന്ന് പറഞ്ഞു. നമ്മളവിടെ റോഡ് സൈഡിൽ കൂടെ പോയപ്പം അവിടെ നിൽക്കുന്നതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് എന്നാന്നൊരു സംശയം തോന്നിയല്ലേ. അന്നേരം ഇങ്ങോട്ട് അവിടെ നിർത്തി നോക്കിയപ്പോഴാണ് കാണുന്നത്. ഇത് കാണുന്നത്. അതെ, ഞാൻ ആ തൊട്ടപ്പോൾ താഴെ വീണത് പിന്നെ ഒരെണ്ണേ പറിച്ചുള്ളായിരുന്നു. അപ്പോൾ അതേ ഇവിടുത്തെ ഓണർ വരുന്നുണ്ട്, പുള്ളി എന്നോട് പിന്നെയും പറിച്ചോളാൻ പറഞ്ഞു. നല്ലത് നോക്കി പറിക്കാനായിട്ട് അങ്ങ് പോവാം കൂടും കൊണ്ട്. आपका नाम क्या है? Yeah, my name is Abhay. Thank you. Abhay. Abhay Singh. Thanks. You're welcome. Anytime. Okay. इतनी दूर से आप आए हो केरला से, तो you are our guest. So that's why. Okay. Most Bye. welcome. Bye. Thank you. പറിച്ചോളാൻ പറഞ്ഞാലേ നമ്മൾ ഒരുപാട് പറിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ല. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണേ പറിച്ചുള്ളൂ. അപ്പോൾ അതേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടി. ഒരു പൂ ചോദിച്ചു, പക്ഷേ ഒരു പൂക്കാലം കിട്ടി. നമ്മളെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് പറിച്ചതിനോ നല്ല ടേസ്റ്റില്ലേ, നിറച്ച് വെള്ളം അന്നേരം അതിനകത്ത്. എന്ന് പറഞ്ഞാൽ ഇതിനും ആ തോട്ടത്തിൽ നിന്ന് പറിച്ചതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നേ. ഉണ്ടോ 2 ലേഡി ഡ്രൈവർമാരെ, 3 പേരുണ്ട്. ഒരു കുട്ടി ലേഡി ഡ്രൈവറും ഉണ്ട്, ഡ്രൈവറും കോ ഡ്രൈവറും ക്ലീനറും ഉണ്ട്. നിങ്ങൾ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, പുറകെ ഇരുന്ന ആൾ ആശാനാ. അതെ, ഓടിക്കുന്ന സെക്കൻഡ് ഡ്രൈവർ ആയിരിക്കും, ആ മാറ്റ സൈഡിൽ ഇരിക്കുന്ന ക്ലിയറും. ചെറിയ ഇടയന്മാരാണല്ലോ അവിടെ. ഒരേ സ്റ്റൈൽ ബിൽഡിംഗ് അല്ലേ, വലിയ നീളത്തിൽ. ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കിന്നു കയറ്റാൻ വന്നേക്കുന്നതായിരിക്കാം, അല്ല വേറെന്തോ ലോഡുകളാണ്. വിശ്വകർമ്മ ഭവൻ പദംപൂർ. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ജീപ്പിൻ്റെ പുറകിൽ ഇതുപോലെ മറ്റേ ട്രെയിലർ പണ്ട് ഉണ്ടായിരുന്ന, ഇപ്പം അങ്ങനെ കാണുന്നതില്ല. പിക്കപ്പൊന്നും ഇല്ലാഞ്ഞ കാലത്തെ എസ്റ്റേറ്റുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനത്തെ വണ്ടി. മഞ്ഞുമാണ്, പിന്നെ അന്തരീക്ഷം മൊത്തം ഒരു പൊടിമയോ അല്ലേ. ഇവിടുത്തെ മണ്ണിൻ്റെയാണ്. കണ്ടോ ജീപ്പ് നല്ലൊരെണ്ണം കർച്ചേസ്. വെയിലും തെളിഞ്ഞിട്ടില്ലോന്ന് ഇതുവരെ. സമയം 12 മണി കഴിഞ്ഞു. അതെ, നമുക്ക് സ്ട്രൈറ്റ് തന്നെയല്ലേ. നേരെ ഈ സ്ഥലപ്പേര് ഹർവാനി എന്നാ പേര്, ഹർവാനി. ഇവിടെ ഈ കഴുതവണ്ടി ശരിക്കും ഇവിടെ വന്നിട്ടാണ് നമ്മൾ കണ്ടല്ലേ, വേറെ ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ്റെ നമ്മൾ ഈ ഭാഗത്തേക്കാണ്. ഇന്നലെയൊക്കെ കണ്ടല്ലോ നമ്മള്. ഇതൊരു നല്ല ടൗണാണ് കേട്ടോ, അത്ര ചെറിയ ടൗൺ അല്ല. അഭയ് സിംഗ് ഇല്ലേ നമ്മളിപ്പം നമുക്ക് ഇന്ന് പറിച്ചു തന്നെ, അഭയ് സിംഗിന്റെ അച്ഛൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളം നല്ല സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ വരണമെന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിനും. അതെ, പിന്നെ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാ പറഞ്ഞത്. ഒരു വണ്ടി എടുത്ത് കുറച്ച് കിന്നുമൊക്കെ കയറ്റി നാട്ടിലോട്ട് പോരാൻ പറഞ്ഞാലോ. അതെ, ട്രാക്ടറിന്റെ കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. ന്യൂ ഹോളണ്ട് ഉണ്ട്, ഫാം ട്രാക്ക് ഉണ്ട്, എല്ലാം മഹേന്ദ്ര ഉണ്ട്, ഒത്തിരി ഉണ്ട്. ട്രാക്ടർ ഉണ്ട്, എല്ലാ ഐറ്റം ട്രാക്ടറുകളും ഇവിടെ ഉണ്ട്. ഇവിടെ കൃഷിയാണല്ലോ എല്ലാം, അപ്പം അതുകൊണ്ട് ട്രാക്ടർ ഇല്ലാതെ ഒരു ജീവിതമില്ല ഇവിടെ ഉള്ളവർക്ക്. കോട്ടൻ്റെ തണ്ടെല്ലാം വെട്ടിക്കൊണ്ടിട്ടേക്കുന്നത്. ഇത് ഇവർ കത്തിക്കാനും ഒക്കെ ആയിട്ട് കൂടുതൽ കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു. പിന്നെ ഇവിടെ ഇല്ലേ കട്ടക്കളമില്ലേ, കട്ടക്കളത്തിനകത്തോട്ട് അവിടെയും കൊണ്ടുപോകുന്നുണ്ട്. അത് കത്തിക്കാനായിരിക്കും.
ഇവിടെ ഫാസ്റ്റ് ആവുന്നും കാണില്ല, പൈസ കൊടുക്കണമായിരിക്കും കേട്ടോ. 240 രൂപയാ? അല്ലല്ല, 240 5 ടണ്ണിന് താഴെയുള്ള വണ്ടിക്കാ 395 രൂപയാ. 300. 390. അല്ല ചേട്ടാ, മുമ്പേ പറഞ്ഞു 240 പറഞ്ഞു. ഭയങ്കര തെറുതിയാണോ അവർക്ക്? എന്നോട് ആദ്യം 240 പറഞ്ഞു. അത് കഴിഞ്ഞ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് 5 ടണ്ണ് താഴെയുള്ള വണ്ടിക്കാ 395 പറഞ്ഞായിരുന്നല്ലോ. കേട്ടോ, നോക്കിയേ ഈ സൈഡ് നോക്കിയേ. ഓ, ഇത് മുഴുവൻ ഗോതമ്പ് പാടമൊക്കെ ആയിരിക്കും കേട്ടോ. ഇന്ന് സൂര്യൻ ഉദിക്കുന്ന ലക്ഷണമില്ല, 12:30 ആയില്ലേ? ഇന്ന് സൂര്യനില്ല. കല്യാണത്തിന് കുറേ ദിവസമായി പോക്ക് തുടങ്ങിയിട്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വിരുന്നും എല്ലാം കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളതാ. അതെ, നമ്മളീ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ പോയാൽ 15 കിലോമീറ്റർ ഉള്ളൂ, പാകിസ്ഥാൻ ബോർഡറാണ് കേട്ടോ. പോയാലോ? അപ്പോൾ നമുക്ക് ആദ്യം ലോഡ് ഇറക്കാം, എന്നിട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതൊരു ഹോട്ടലാണ് കേട്ടോ, ഇത് വലിയൊരു ഹോട്ടലാണ്. ഫംഗ്ഷനൊക്കെ വെക്കുന്ന അവിടെ. അതെ, പൊറോട്ടുണ്ട്. കല്യാണ മണ്ഡപങ്ങളൊക്കെ നമ്മൾ പഞ്ചാബിൽ ചെല്ലണം അല്ലേ? എന്തേറെ കല്യാണം. അതെ, അതും ഒന്നിനൊന്ന് മെച്ചമല്ല. കല്യാണം അതുപോലല്ലേ, എത്ര ദിവസമല്ലേ ഇവിടുത്തെ കല്യാണം. ഭയങ്കര ആഘോഷമാണ്. ഇത് ഇവിടുത്തെ ഒരു മന്ദിര. നല്ലൊരു ഓറഞ്ച് തോട്ടം അല്ലേ? ഇത് ചെറിയ തയ്യ അല്ലേ? പക്ഷെ നിറച്ച് കായുണ്ട്. ലോഡ് കയറ്റുന്നുണ്ടോ? മുകളിലാണ് കയറ്റുന്നത് ജുഗാടയില്. അടിയിൽ ആൾക്കാർക്ക് ഇരിക്കുകയും ചെയ്യാമല്ലോ. ബൈക്ക് പിക്കപ്പുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് ഗംഗാനഗർ. തണുപ്പായോണ്ടേ അത് ആൾക്കാരെ ഒന്നും വഴി കാണാനില്ല. ഇതൊരു മന്ദിരം കേട്ടോ, നല്ല കളർഫുൾ മന്ദിരം. ഇത്ര നേരം കണ്ട പോലെ അല്ല. ഇതുണ്ടോ, ബൈക്ക് ട്രെയിലർ ഫിറ്റ് ചെയ്തേക്കാം കേട്ടോ. വേറെ വണ്ടി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ, അതെടുത്ത് ബൈക്കിന്റെ പുറകിലേക്ക് ഫിറ്റ് ചെയ്യുക. ഉണ്ടോ, അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാം. 2 പേര് യാത്ര ചെയ്യുന്നുണ്ട് ബൈക്കില്. എല്ലാടോ നല്ല തൂത്തു വാരി ഇട്ടേക്കുന്നു. ചില സ്ഥലങ്ങളൊക്കെ ചുമ്മാ പൊടിയും പിടിച്ച ഒരു കടയൊക്കെ കടയുടെ അവിടെ ഒക്കെ ആയണ്ട തൂത്തുവാരി നല്ല ഇട്ടേക്കുന്നു. പക്ഷെ പൊടിയാ ഭയങ്കര. ഇതുണ്ട്, ഈ സൈസ് മണ്ണാ. ഇതുണ്ട്, അന്തരീക്ഷത്തിൽ എങ്ങോട്ടിറങ്ങിയാലും പൊടിയാ. ഇവിടെ മഴ വളരെ കുറവായിരിക്കും, അപ്പൊ മഴയും കൂടെ പെയ്താലത്തെ അവസ്ഥ തന്നെ ആയിരിക്കും. അതെ, ഇന്നലെ നമ്മളോട് ആ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ, ചൂട് സമയത്ത് എത്ര ഡിഗ്രി വരുമെന്നാ പറഞ്ഞേ? 48-50 വരെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ചില്ലറ ചൂട് വല്ലതും ആണോന്ന് ആലോചിച്ചേ. അതെ, ഏറ്റവും ചൂട് കൂടുതൽ ജൂൺ ജൂലൈയിലാന്നാ പറഞ്ഞത്. നമുക്ക് അവിടെ അന്നേരം നല്ല മഴയല്ലേ? മഴ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുക് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് രാജസ്ഥാനാണ്. അത് നമ്മൾ ഈ വഴി പോയപ്പോഴും ഇപ്പൊ കണ്ടു, നമ്മൾ പോകുമ്പോഴും കാണാം. ഈ സമയത്ത് ഇഷ്ടംപോലെ കടുക് പാടങ്ങളാണ്. ഇതെല്ലാം ഓറഞ്ച് തോട്ടം അല്ലേ? എന്തായാലും ഗംഗാറിൽ നിന്ന് ഒരു മെയിനായിട്ടും ഗംഗാറിൽ ഈ ഓറഞ്ചാ മെയിൻ. ഈ സൈഡ് മാത്രമല്ല, ലെഫ്റ്റ് സൈഡും അതെ, 2 സൈഡും അതെ. അതേപോലെ തന്നെ ഗംഗാനഗർ പഞ്ചാബ് ബോർഡറും കേട്ടോ. പഞ്ചാബ് ബോർഡറാണ്. പിന്നെ ഒരു സൈഡ് പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ ബോർഡറാണ്. എന്താ ഈ ട്രാക്ടറെല്ലാം കണ്ടോ, ബാക്കി നോക്കി 1000 രൂപ ടയറായിട്ടേക്കുന്നത്. അതേപോലത്തെ ലോഡ് ഡബിൾ ടയറിലേ കൊടുത്തേക്കുന്നത്. ഡ്രൈവറുടെ തന്നെ ഈ ബൈക്കിൽ പോകുന്നവരും എല്ലാം അങ്ങനെ, കണ്ണ് തന്നെ കാണത്തില്ല, മൊത്തം മൂടി കെട്ടിയേക്കുക. ഒരു തുണി ഇവിടെ കിട്ടും, നല്ല ചൂടുള്ള തുണിയാണ്. അത് വെച്ചാണ് ഇവര് ഇങ്ങനെ മൂടി, ചെവി മൂടി, ഇങ്ങനെ മൂക്കും എല്ലാം മൂടി, എല്ലാം കൂടെ മൂടിയാൻ കേട്ടും. കണ്ണ മാത്രം പുറത്താണ്. ബൈക്കിൽ പോകുന്നവരും നടന്നു പോകുന്നവരും എല്ലാവരും പുതച്ചിങ്ങനെ പോകുന്നത്. കഴുത്തലൊക്കെ ചുറ്റിട്ടാണ് നല്ല ചൂടാണ്, തൊണ്ടയ്ക്ക് മറ്റേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. അതെ, കഴുത്തല ചുറ്റിക്കഴിഞ്ഞാൽ കാറ്റടിക്കല്ലോ. ഈ ഐറ്റം ഒക്കെ നമ്മുടെ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം യൂക്കാലി മരമാണെന്ന് തോന്നുന്നല്ലേ? എത്ര പഴക്കമുള്ള മരമാന്ന് നോക്കിയേ, വണ്ണം വന്ന്. ഇപ്പൊ നമ്മള് ഈ രാജസ്ഥാനിൽ കയറി ഇത്ര ഓടിയിട്ടേ ഇത്രയും പൊക്കമുള്ള മരം ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. അതെ, ലാലേട്ടന്റെ പഴയ ഒരു സിനിമയ്ക്കകത്തെ ഡയലോഗ് ഇത്. അതെ, ഇപ്പൊ നമ്മള് ഗംഗാനഗർ അടുത്തു. ഇതന്നെ ഇതേ മറ്റേ
മറ്റേ ഉപ്പ് വേണ്ടേ? സൂര്യൻ വന്നു, സൂര്യൻ വന്നേ. ആ സൂര്യൻ വരുന്നു. മറ്റേ ഉപ്പില്ലേ? മണ്ടക്കരണിതാണല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ കറച്ച് താഴെ ചാടിയത്. അതിനുള്ള സമയം കണക്ക് കൂട്ടിയാണ് നമ്മൾ വന്നത്. ഇവിടുന്ന് റൈറ്റിലേക്കാണേ. ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. 7 കിലോമീറ്റർ ഉണ്ട്. എന്നാ റിസോർട്ട് ആനന്ദം റിസോർട്ട്. ഇങ്ങോട്ട് നോക്കൂ, കോട്ടയാണല്ലോ. കോട്ട പോലെ മതിൽ കെട്ടിയേക്കും അല്ലേ? ഇതാണ്ട് മാർക്കറ്റ് വല്ലതായിരിക്കും. നമ്മളീ പോകുന്നത് ഗംഗാനഗർ ബൈപ്പാസിലൂടെയാണ്. റോങ് സൈഡിൽ ഒരു കുതിര വരുന്നല്ലേ? തന്നെയുള്ളല്ലോ. അതെ. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി റിസോർട്ട്. ആ അതെ, ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. കുതിരവണ്ടി നല്ല സ്പീഡിലാണല്ലോ. അവിടെ എഴുതി വെച്ചിരുന്നേ റോയൽ സിറ്റി എന്നാ കേട്ടോ. ശ്രീ ഗംഗാനഗർ ലെഫ്റ്റിലേക്ക്, ടൗണ് ലെഫ്റ്റിലേക്കാണ്. നമുക്ക് നേരെ പോകണ്ടേ. ഇവിടെ എല്ലാം വർക്ക്ഷോപ്പുകളൊക്കെയാണ് കൂടുതൽ. ഗംഗാനഗറേ വലിയ ടൗണാണ്. അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നു. SN സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇപ്പം നമ്മൾ ഗംഗാനഗറിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. പാർട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർ വന്ന് നമ്മളെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ക്യാമറാമാൻ കയറിയേ. അതെ, ആ പിന്നെ ചിക്കൻ മേടിക്കാൻ മതിയാ. ഞാൻ കറി വെക്കണ്ടേ? അവൻ ചിക്കൻ മേടിച്ചോണ്ടിരിക്കുന്നു. വണ്ടി അപ്പുറം ഉണ്ട്, തൂക്കണം. ആള് വന്നായിരുന്നു. അങ്ങോട്ട് പോകാം അല്ലേ? അങ്ങോട്ട് വേണ്ട, തൂക്കിയിട്ട് വേണം നമുക്ക് പോവാൻ. ചായ ബ്രോ ചിക്കനൊക്കെ മേടിച്ചോണ്ട് വരുമ്പോഴത്തേനും നമുക്ക് പോയി തൂക്കിയിട്ട് വരാം അല്ലേ? ആ, അഹമ്മദാബാദ് 986 കിലോമീറ്റർ. ആ, എല്ലാം ഫ്ലാറ്റാ അല്ലേ? ഫ്ലാറ്റുകളാ കണ്ടോ. ഈ വണ്ടി ഇറങ്ങണമല്ലോ നമുക്ക് തൂക്കണമെങ്കിൽ. ആ വണ്ടി ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി തൂക്കിയിട്ട് ഇനിയിപ്പോൾ ഇറക്കിയിട്ട് ഇവിടെ വന്ന് തൂക്കണം. നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലത്തോട്ട് പോകാനുള്ള വഴികാട്ടിയാണ് മുന്നിൽ സ്കൂട്ടറെ പോകുന്നത്. സ്കൂട്ടറെ പോകുന്ന ആളാണ് നമ്മുടെ ആള്. പച്ചക്കറി ഒന്നും കിട്ടിയില്ല, ചിക്കൻ മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ ചിക്കൻ മാത്രമേ ഉള്ളൂ, പച്ചക്കറി ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞു, എല്ലാം ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് കറി വെക്കാനുള്ള സാധനമല്ലേ? അകത്തേക്ക് പോകണം, ടൗണിൻ്റെ അകത്ത് പോകുന്ന വഴിക്കാന്ന് തോന്നുന്നു. അതിലേ പോവാ, കാർ കിടക്കും. ആ സ്കൂട്ടറാണോ? ആ സ്കൂട്ടറായിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി. അതെ, നമ്പർ പ്ലേറ്റ് ഇല്ലേ? ആ ഇല്ല. ഞാനേ ചിക്കൻ കറി വെക്കാനുള്ള ബാക്കി ഐറ്റംസിന്റെ കാര്യമല്ലേ ചോദിച്ചത്. തോരനൊക്കെ വെക്കാൻ വല്ല പച്ചക്കറി മേടിച്ചോന്നാ ചോദിച്ചത്. അതെ, പച്ചക്കറി കടയൊന്നും അവിടെ ഇല്ലായിരുന്നു. ആ പഴയ ഒരു ചിക്കൻ കട മാത്രം നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതേ ഉള്ളായിരുന്നു. ആ അതെ, 4 കോഴിയേ ഉള്ളായിരുന്നു. ആണോ? ആ അതെ, ഇവിടെ ഉള്ളവരെല്ലാം വെജിറ്റേറിയനാ. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ്. പിന്നെ നമ്മളെപ്പോലുള്ള എല്ലാവരും വന്നാലേ ഉള്ളൂ. ഇവിടുത്തെ മന്ദിറുകളെല്ലാം ഈ സൈഡിലേക്കുള്ള ഇതുപോലെ ഭയങ്കര പൊക്കമാണ്. അതെ, ഇവിടുത്തെ കല്ലുകളെല്ലാം ഉണ്ട്. ചുമന്ന കല്ല് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. അഗർവാൾ ഗേൾസ് കോളേജ്. ആ അതെ, ആ വഴിയെ കൂടെ കയറി പോകണം കേട്ടോ. സ്കൂളിലാണോ ലോഡ് ഇറക്കാൻ പോകുന്നത്? ഉണ്ടോ? പബ്ലിക് സ്കൂൾ. അത് ശരിയാണല്ലോ. അതാണ് ഈ പൊടിക്കകത്ത് വെച്ച് എങ്ങനെ നമ്മൾ ചിക്കൻ കറി വെക്കും? ഇവിടെ അല്ലല്ലോ, ലോഡ് ഇറക്കുന്നിടത്തല്ലേ. അവിടെ ചെന്നിട്ട് നോക്കാം നമുക്ക്. അതെ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. എന്തായാലും മണ്ണിലേക്ക് മടങ്ങാനുള്ളതല്ലേ. ഇച്ചിരി പൊടിയും മണ്ണും ഒക്കെ ഉള്ളിൽ ചെന്നെന്നും പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നല്ലതല്ലേ? പിന്നെ അല്ലേലും ഇച്ചിരി മണ്ണുള്ളിൽ ചെന്നും സംഭവിക്കാനില്ല. മണ്ണ് വരെ വാരുത്തുന്ന പാർട്ടിയല്ലേ. അതെ, ചെറുപ്പത്തിൽ നമ്മളും മണ്ണൊക്കെ വാരി തിന്നിട്ട് കാണുമല്ലോ. മണ്ണും മണ്ണിരയും. അതെ. ഇങ്ങോട്ട് നോക്കി, ഈ ബിൽഡിങ്ങുകളെല്ലാം കണ്ടോ? എല്ലാവരും മണ്ണിന്റെ കളറും എവിടെ നോക്കിയാലും പൊടിയുവാ. അതുകൊണ്ടാ ഇവര് പെയിന്റ് ഒന്നും ചെയ്യാതെ. എന്നാ ചെയ്താലും പൊടിയാവും. അതല്ലേ, മഴ കുറവല്ലേ, അതുകൊണ്ടാണ് ഈ പൊടി ഒതുങ്ങാനല്ലേ. മഴ പെയ്താലല്ലേ. മഴക്കാലത്തുണ്ടായിരിക്കും മഴ കേട്ടോ. അത് ചോദിക്കണം, ഇവരെക്കൊണ്ട് ചോദിക്കാം ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാന്ന്. അതെ, ഹുക്ക വലിക്കുന്നത് കണ്ടോ. നമ്മൾ കാശ്മീരി എന്നപ്പോഴായിരുന്നു അതിന്റെ അല്ലേ. വീടുകളാണ് മൊത്തം. ഇത് കണ്ടോ, ഈ കേബിൾ അതാണ് കിടക്കുന്നത്. ഇലക്ട്രിക് ലൈൻ ഒന്നും അല്ല. എല്ലാം ഈ കട്ടയില്ല. അതൊരു ഡിസൈനും രസമുണ്ട് ഒരു കണക്കിന് പറഞ്ഞു. നമ്മളാ ഇവിടെ ചെന്നപ്പോ നമ്മുടെ എവിടാ, നമ്മുടെ കാർഗിൽ ചെന്നപ്പോ ഇതുപോലുള്ള ഒരു കളറിലെ ഇതായിരുന്നു ബിൽഡിങ്ങുകൾ. ദേശത്തോട്ടാ പോകുന്നത്. 1/2 കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ കാണുള്ളൂ കേട്ടോ. നമ്മൾ ഈ വലിയ വണ്ടി ആയതുകൊണ്ടേ കൊണ്ടുവിടുമായിരിക്കും. ഇതേ വഴി ഇങ്ങനെയാന്ന് എനിക്കറിയാമായിരുന്നു. ഞാനതുകൊണ്ടാണ് അവിടുന്ന് വണ്ടി എടുത്തത്. മെയിൻ ഡ്രൈവറും സെക്കൻഡ് ഡ്രൈവറും ഒക്കെ. നല്ല രസമില്ലേ കാണാൻ? ഇവിടെ പോയി അങ്ങ് പാകിസ്ഥാനിൽ ചെല്ലുവാന്നല്ലേ? പാകിസ്ഥാൻ ബോർഡറിലേക്കാണോ പോകുന്നത്? ഇവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. അതെ, അപ്പം ഇനി എവിടെ ഇറക്കുന്നതെന്ന് മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു റോഡോ. ഇപ്പോഴേ രണ്ടുപേരും ഇവിടെ പടുതാക്കി കഴിച്ചോ. ഞാൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്താം. ഇറക്കി കഴിയുമ്പോഴത്തേനും
ചിക്കൻ കറിയും ചോറും പോയി കേട്ടോ. അയ്യടാ, ഈ ചൂലുകെട്ട് പെട്ടെന്ന് ഇറക്കി തീരുവേ. ഞാനേ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് റെഡിയാക്കാം. പൊളിച്ച് അരിഞ്ഞു പോയി. അന്നേരം ഈ ഭാഗം ഇറക്കി കഴിയുമ്പോൾ അവിടെ വെച്ച് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ വെളിയിലോട്ട് എടുത്ത് വെക്കാം. രണ്ടുപേരും കൂടെ പടുതായൊക്കെ നല്ലപോലെ മടക്കി എടുത്ത് വെക്കും കേട്ടോ. ആയിക്കോട്ടെ. പടുത എടുത്ത് വെച്ചിട്ടേ ഇനിയിപ്പോൾ അടുത്ത ലോഡ് കയറ്റാൻ നേരം വീണ്ടും ഇടണം. അതെ കയറ്റണം. ഇതൊരു പണി തന്നെയാണ് കേട്ടോ. കണ്ടെയ്നർ ആക്കിയിട്ട് കാര്യമില്ല. കണ്ടെയ്നർ ആക്കിയാൽ ഈ ലോട്ടൊന്നും കയറ്റാനും പറ്റില്ല. അത് ശരിയാ, പെട്ടു. പടുത അങ്ങ് മാറ്റിയപ്പോഴേ സൾഫറിൻ്റെ ഭയങ്കര മണം. ഭയങ്കര എന്നാ നാറ്റമല്ലേ അതിന്. പടുതയൊക്കെ അഴിച്ചു കൊടുത്താലേ ഇവിടെ ലോഡിറക്കാനൊക്കെ ആൾക്കാർ വന്ന് റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ പടുത മടക്കി തീരാറായല്ലോ. ചവിട്ടി കൂട്ടി ഒതുക്കുക അല്ലേ. കറി പോയി, കറി ചോറും പോയി. ഇത് വീഡിയോ എടുക്കണം, കറി വെക്കണം. ഞാൻ എന്നെ വല്ല കമ്പ്യൂട്ടർ വല്ലോണോ? അപ്പോഴേ ഈ ക്യാമറമാൻ എന്നൊക്കെ പണി ചെയ്യുന്നുണ്ടെന്നറിയോ? അല്ല, ഒരേ സമയം ഒരു പണിയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ, വണ്ടി ഓടിക്കണം, പടുത മടക്കണം, പിന്നെ കയറഴിച്ചു കൊടുക്കണം, വണ്ടി ഓടിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കാറില്ല. നല്ലപോലെ ഒതുക്കി മടക്കിയില്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കുകയില്ല. അടപ്പുള്ളതുകൊണ്ടേ, ഡോറുള്ളതുകൊണ്ട്. അതുകൊണ്ട് നല്ലപോലെ ചവിട്ടി ഒതുക്കിക്കോ. രണ്ടുപേരും കൂടെ കയറി ചവിട്ട് വേണോ? രണ്ടുപേരുടെ മടക്ക് ശരിയായില്ല കേട്ടോ. മടക്കൊക്കെ ശരിയായി, കുഴപ്പമില്ല. പണിക്കാരവിടെ ഇറക്കാനായിട്ട് ലോഡ് ഇറക്കാൻ ധൃതി വെച്ച് നിൽക്കുക. അവർക്ക് ഇറക്കാമല്ലോ. അപ്പം നമ്മുടെ ലോഡ് ഇറക്കാൻ തുടങ്ങി. ഇവിടെ നമുക്ക് 200 ബണ്ടിൽ ഇറക്കണ്ടേ. ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടികൾക്കുള്ള ലോഡാണെങ്കിൽ വണ്ടി വന്നാൽ ഉടനെ തന്നെ ഇതുപോലെ ഇറക്കും. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റബ്ബറും കൊണ്ട് പോയ പോലെ വലിയ കമ്പനികൾക്കും MRF ഒക്കെ പോലുള്ള വലിയ കമ്പനികൾക്കൊക്കെ ചെന്നാൽ ഒന്ന് വണ്ടികൾ അവിടെ കൂടുതൽ കാണും, പിന്നെ ചിലപ്പം ഗോഡൗൺ ഫുള്ള് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അവിടെ ചെന്ന് ചിലപ്പം ദിവസങ്ങൾ കിടക്കേണ്ടി വരും ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. കോട്ടറയർക്ക് പാത്രം കഴിയാനൊക്കെ നല്ലപോലെ അറിയാം കേട്ടോ. അതെ, ഈ പാത്രം കഴുക ഫുഡ് ചെയ്യുന്നത് നമുക്കൊരു വിഷയമുള്ള കേസേ അല്ല. അല്ലല്ലേ? ഇതൊക്കെ നമ്മൾ എന്തോരം ചെയ്തിരിക്കുന്ന കേസാ. തന്നെ ഫുഡ് വെച്ച് കഴിക്കായിരുന്നു. തന്നെ വെച്ച് കഴിക്കുമായിരുന്നു. അത് സ്ഥിരമായിട്ടല്ല, വല്ലപ്പോഴും തോന്നുമ്പോൾ ഒക്കെ. അല്ല പിന്നെ മെസ്സിൽ പോവും. അങ്ങനെ മെസ്സിലെ ഫുഡ് തീരെ മോശമാകുമ്പോൾ നമ്മൾ വെച്ച് കഴിക്കും. അതുകൊണ്ട് വെച്ച് കഴിച്ച് കുറച്ച് ദിവസം മടുക്കുമ്പോൾ മെസ്സി കഴിക്കും. അവിടെ മടുക്കുമ്പോൾ വെച്ച് കഴിക്കും. ആരെങ്കിലും കരയാൻ കൂടുന്നോന്ന്? എന്തിനാ കരയുന്നത്? സവാള പൊളിച്ചിട്ട് കരച്ചിൽ വരുന്നു. കരയുന്നുണ്ടോ? കണ്ണ് നിറയുന്നില്ല. എന്നിട്ട് അവിടെ വന്നിട്ട് കാണാത്ത ഉള്ളിൽ കരയുന്നതാണോ? ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും കൂടെ വെച്ചേക്കാം. ഇപ്പോഴേ മേളിൽ നിന്ന് വല്ല പൊടിയൊക്കെ വീണ തന്നെ. അതുകൊണ്ട് അടുപ്പ് അകത്തേക്ക് മാറ്റി കടുകൊക്കെ ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് തേങ്ങക്കൊത്തിട്ടേക്കാതെ. ഒരു തേങ്ങ ഉണ്ടല്ലോ. അത് ഒരു തേങ്ങ ഉണ്ടല്ലോ. അത് എടാ, ഒരു മുറി തേങ്ങ അല്ലേ. സവോള ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങോട്ട്. സൂര്യൻ്റെ ഒരു ചൂട് ഒരു 2 മണി തൊട്ടൊരു 3 മണി വരെ ഉണ്ടായിരുന്നു. സമയം എന്നാ ഇപ്പം? 3:30 ആയി കാണും. 3:45. അപ്പം തണുപ്പാകാൻ തുടങ്ങി. സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളെല്ലാം കൂടി ചേർക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് ചിക്കനും കൂടി ഇതിനകത്തോട്ടിട്ട് അടച്ച് വയ്ക്കാം. ഇനി അരപ്പ് എല്ലായിടത്തും എത്താനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശകലം വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ചാറൊന്നും അധികം വേണ്ടാതെയൊക്കെ കറി ഇഷ്ടമെങ്കിൽ നമ്മളൊട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഈ ചിക്കൻ്റെ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ഈ ചിക്കൻ വേകും. തൊണ്ടയ്ക്ക് നല്ലതല്ല. ഇച്ചിരി കഞ്ഞിവെള്ളം അങ്ങ് ചാർത്തിയാലോ? ആയിക്കോട്ടെ. അതിവിദഗ്ധമായിട്ട് കഞ്ഞി വാർത്തിട്ടുണ്ട് കേട്ടോ. അതെ. നമ്മുടെ ഇതേ ചിക്കനൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഇനി മെയിൻ സാധനം ചേർക്കാതെ പേസ്റ്റിൻ്റെ കേട്ടോ. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഇത് 2 കഷ്ണം ഇഞ്ചി, ശകല ഇഞ്ചി, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, 2 വെളുത്തുള്ളി, ചുവന്നുള്ളി 2 പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, തക്കോലം, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഒരേലക്ക, ഇത്ര സാധനമായിട്ട്, പിന്നെ കുരുമുളക്, ഇത്രയെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ലോഡൊക്കെ ഇറക്കി തീരാറായി. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡിയായി. എടാ ചായ്, ഇവർക്ക് മനസ്സിലായി കേട്ടോ. നമ്മുടെ മെയിൻ ഡ്രൈവർ പിന്നെ കുടിക്കുന്നത് കണ്ടപ്പോഴേ, കഞ്ഞിവെള്ളം കുടിക്കുന്നത് കണ്ടപ്പോഴേ അത് മറ്റേ ഇത് കോക്കനട്ടിൻ്റെ ചായയാന്ന്. എങ്ങനെയുണ്ട്? അതെ, അതുകൊണ്ട് അവർക്കും മനസ്സിലായി. ചോദിച്ചു ഇവനോട് തേങ്ങ ഇടണമെന്ന്. അവൻ പറഞ്ഞ് ഇട്ടേക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് തേങ്ങ ഇട്ട. അല്ലെ ഇന്ന് തേങ്ങ ഇടല്ലോ. നിർബന്ധമൊന്നുമില്ല. തണുപ്പിന് മുന്നേ വേലിയൊക്കെ പറ്റിയാണോ? ഇല്ല, ആ പൈപ്പെല്ലാം തൊടാൻ പറ്റത്തില്ല. സൈഡ് റീപ്പർ ഇവിടെ വീണ. അതെ, ചിക്കൻ കറി റെഡിയായി. ഇത് ഇറക്കി കഴിഞ്ഞു. ഇനിയിപ്പം വണ്ടി കാല് തൂക്കാൻ പോകണം. ചിക്കൻ കറി റെഡിയായി. ലോഡേ ഇറക്കി തീർന്നു. കഞ്ഞിയും കറിയും വെച്ചപ്പോൾ അത്ര സമയമായി.
അല്ല എല്ലാം എൻ്റെ കുഴപ്പമാണല്ലോ. ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കൂട്ടാൻ മതി. നമ്മൾ വെക്കുന്ന പോലുള്ള കറിയൊന്നും അല്ല വെക്കുന്നത്. ചിക്കൻ കറി ഇനിയും റെഡി ആയില്ലെന്ന് പറയണ്ട. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പില ഇട്ടു, നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി കാലിയായി. കുഴപ്പമില്ല, പെട്ടെന്ന് എടുത്തോ, നമുക്ക് ശകലം കഴിച്ചിട്ട് അങ്ങ് പോകാൻ നോക്കാൻ. കാലിയായി, ഇറക്കി തീർന്നു. എന്നാൽ വാ വേഗം കഴിച്ചേക്കാം. അപ്പോഴേ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലോഡ് നോക്കണം. ലോഡിൻ്റെ കാര്യം രാവിലെ നാളെ കയറിയത്തുള്ളൂ. അപ്പം എടുത്തോ, പെട്ടെന്ന് കഴിച്ചോ. ഇപ്പോഴേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്തത് സൈഡ് വേലി പിടിപ്പിക്കണം. അതിന് വേണ്ടി ചായ വേലി പിടിപ്പിക്കാൻ തുടങ്ങി. അഴിച്ചു വെച്ച സാധനമൊക്കെ എടുത്ത് ബോൾട്ടിട്ട് മുറുക്കണം. അപ്പോൾ ലോഡൊക്കെ ഇറക്കി വാടകയൊക്കെ കെട്ടി ഇനി വേ ബ്രിഡ്ജിലേക്ക് ഒന്നുകൂടെ പോകണം അല്ലേ? വണ്ടി ഒന്നുകൂടെ തൂക്കണം. തൂക്കി കഴിഞ്ഞാൽ തൂക്കാൻ ആൾ കൂടെ വരുന്നുണ്ട്. ആ റെസിപ്റ്റ് കൊടുത്താൽ മതി. അതുകൊണ്ട് പുള്ളി പൊക്കോളും, നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം. അടുത്ത ലോഡിന് വേണ്ടി അലയാം. അതെ, ഇത്രയും നാൾ പോയിട്ടേ കാണാത്ത ഒരു സംഭവമല്ലേ. നടുക്കൂടെ പോസ്റ്റ്, രണ്ട് സൈഡിൽ കൂടെ വഴി. രണ്ട് സൈഡും നല്ലപോലെ ഇല്ലതാനും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകണം. ഇല്ല, പൊക്കം ഉണ്ടെങ്കിൽ പറ്റിയല്ലേ, ഇല്ല വരാൻ പറ്റില്ല. ഇതുണ്ടോ കേബിളും ലൈനും എല്ലാം താന്ന് കിടക്കും. നോക്കി. അതെ അതെ, മുക്കായൊക്കെ വലിച്ചേ സിഗരറ്റും ഒക്കെ വലിച്ചിരുന്ന് ചീട്ടൊക്കെ കളിക്കുക. റോഡിന് നടുക്ക് മരം വരെ നിൽപ്പുണ്ട്. കണ്ടോ, ഇതൊന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ എന്നായിരിക്കും അറിയോ, ചെറിയ വഴി ഒരു സൈഡിൽ കൂടെ ഉണ്ടായിരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വീതി കൂട്ടിയതായിരിക്കും എന്ന് തോന്നുന്നു. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം വെട്ടി വഴി റെഡിയാക്കുമായിരിക്കും. നമ്മൾ മെയിൻ റോഡിലെത്തി. ബ്രിഡ്ജിലേക്ക് ശകലമല്ലേ ഉള്ളൂ അല്ലേ? ഏത് ബ്രിഡ്ജിലേക്ക് കുറച്ചേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. ഇത് ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ ആണല്ലോ. അതെ, അടുത്ത് തന്നെ. അവിടെ കുറച്ച് ഇച്ചിരി വയറൊക്കെ താന്ന് കിടപ്പുണ്ടെന്നേ ഉള്ളായിരുന്നു. നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളായിരുന്നു എല്ലാം. അധികം ദൂരം ഒന്നും ഓടേണ്ടിയും വന്നില്ല. കരിമ്പ് കയറ്റി ഒരു വണ്ടി പോകുന്നുണ്ടോ? വേ ബ്രിഡ്ജി വണ്ടി ഒന്നുമില്ല കേട്ടോ, കൊണ്ട് ചാടി കയറിയോ. അപ്പം വണ്ടിയൊക്കെ തൂക്കി വാടകയൊക്കെ കിട്ടി. ഇങ്ങനെ നമ്മൾ രാവിലെ വന്ന ഈ ട്രാൻസ്പോർട്ട് ഒക്കെ ഉള്ള ആ ഏരിയയിലെത്തി. അതെ, ഇങ്ങോട്ട് കോട്ട് വെക്കിട്ട് ചുരുണ്ടുകൂടി അന്തറിലേക്ക് കയറി പോകണം. പണി കഴിഞ്ഞിട്ടില്ല, വാ വേലി വെക്കാം. വേലി ഒരു സൈഡേ വെച്ചുള്ളൂ. എന്റെ പണി കഴിഞ്ഞു. മറ്റേ സ്റ്റാൻലി ഡ്രൈവർ പറയുന്ന പോലെ രണ്ട് ഡ്രൈവർമാരുണ്ട്, രണ്ടുപേരും തുല്യമാണ്. എന്റെ ഒരു സൈഡ് ഞാൻ വെച്ചു, ബാക്കി ഇനി വേണ്ട ഡ്രൈവർ. അപ്പൊ ലെഫ്റ്റ് സൈഡ് പിടിപ്പിച്ചോ? റൈറ്റ് സൈഡ് പിടിപ്പിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ ഞാൻ തന്നെ ലെഫ്റ്റ് സൈഡ് പിടിപ്പിക്കണം അല്ലേ? ബുദ്ധിമുട്ടാവുമല്ലോ. വേണേ ഞാൻ നെട്ടൊക്കെ അഴിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതൊക്കെ പിടിപ്പിക്കുക. ഞാനേ ഇപ്പം ഇവിടെ തണുപ്പൊക്കെയാണ്, ഞാനിവിടെ റൂമും എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. തണുത്ത് വരച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നില്ല ഇപ്പം. റൂമുണ്ടോ നോക്കട്ടെ. ഇനി അതല്ല, ഇവിടുന്ന് ലോഡ് ആകുന്ന ഇത്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടൊക്കെ പോയാൽ വേറെ സ്ഥലങ്ങളിൽ നിന്നും ആവും. ഇപ്പം ഞാൻ ഓഫീസുകാരനോടും ചോദിക്കട്ടെ. ചോദിച്ചിട്ട് അന്തിമ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഞാനും വേലി വെക്കണമല്ലോ, വേലി വെക്കാൻ പറ്റില്ല. അത് വെക്കണം. ഓറഞ്ച് കയറ്റുന്നെങ്കിൽ വേലി വേണം. അപ്പോൾ അതുകൊണ്ട് വേലി വെച്ചു. ഇവിടെ ഈ വണ്ടികളെല്ലാം ഓറഞ്ച് കയറ്റാൻ വേണ്ടി വന്നേക്കുന്ന വണ്ടികളാണ്. ഇവിടെ കുറേ ട്രാൻസ്പോർട്ട് ഓഫീസുകളും ഉണ്ട്. നമ്മുടെ ഓഫീസുകാരനോടൊന്ന് പോയി ചോദിക്കാം ലോഡ് വല്ലതും ഉണ്ടോ എന്നൊക്കെ. ഓഫീസുകാരോടെ ചോദിക്കുന്ന കൂടെ നമുക്ക് വണ്ടി ഇങ്ങനെ ഒതുക്കി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതുണ്ടോയെന്നൂടെ ചോദിക്കാം. അപ്പം നിങ്ങൾ വേലിയൊക്കെ പിടിപ്പിച്ച് എല്ലാം സെറ്റാക്കിയോ? ഞാൻ ചോദിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കിയിട്ട് വന്നു. അപ്പോൾ ഇറക്കിയത് ഇവിടെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ റൂമൊക്കെ എടുത്തു, കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ ചൂടാക്കി ഫുഡ് കഴിക്കാം അല്ലേ? ചിക്കൻ കറിയൊക്കെ അതെ ചൂടാക്കാൻ വെച്ചു. അതെ, ചോറൊക്കെ തണുത്ത് മരിച്ചിരിക്കുക. അപ്പോൾ നമുക്കിന്ന് റൊട്ടി കഴിക്കാം അല്ലേ? ചായ റൊട്ടിക്ക് കുഴപ്പമൊക്കെ പറയും, എന്നാലും പക്ഷേ ഇത് തവാ റൊട്ടി കേട്ടോ, തന്തൂരി റൊട്ടി അല്ലല്ലോ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതൊക്കെ കാണുള്ളൂ. തൊട്ടടുത്ത് തന്നെ ഇത് ഇവിടെ ഒരു കടയോ ഉണ്ടായിരുന്നു. ഇതെല്ലാം രാവിലെ ഞാൻ പറഞ്ഞതാണ്, ഇതെല്ലാം ലോറി ഓഫീസുകളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ലോഡ് എടുക്കുന്നത്. ജയ്ഹിന്ദ് എന്നും പറഞ്ഞൊരു ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഒരു തമിഴ്നാട് വണ്ടി ലോഡ് കയറ്റി വന്നിട്ടുണ്ട്. ഇത് ഓറഞ്ച് ലോഡാണ്, കിന്നു തമിഴ്നാട്ടിലേക്കുള്ള ലോഡാണ്. 14 വീൽ വണ്ടിയാണ്. നമുക്ക് നാളെ എന്തെങ്കിലും ലോഡാവുമെന്ന് നോക്കണം. ഇപ്പോൾ ചൂട് തവാ റൊട്ടിയും ചൂട് ചിക്കൻ കറിയും. എന്നാ കറി ഉണ്ടെങ്കിലും ഇച്ചിരി അച്ചാറില്ലെങ്കിൽ ഒരു തോലല്ലേ? അതെ, ചായേ റൂമിൽ ചെന്നിട്ടേ മെയിൻ ഡ്രൈവർക്ക് റൂമിൽ കിടക്കണ്ട, നമുക്ക് വണ്ടിക്കകത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാന്നറിയോ, റൂം അത്രയും വലുതല്ലേ, ഭയങ്കര തണുപ്പാ. അയ്യോ, അതിലും നല്ലത് വണ്ടിക്കകത്താണെങ്കിൽ കുഴപ്പമില്ല, ഹീറ്റർ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് കിടക്കാം. അതെ, മിക്കവാറും അങ്ങനെ ചെയ്യേണ്ടി വരും. നീ റൂമിൽ പോക്കോ, ഞങ്ങൾ വണ്ടിക്കകത്ത് വണ്ടി മതി. വണ്ടിക്കകത്ത് വന്നേക്കാം. കുളിക്കാനും നനയ്ക്കാനും ഉള്ളൊരു സൗകര്യം ഉണ്ട്. ടോയ്ലറ്റിൽ പോക്ക് അതോർത്താ റൂം എടുത്തത്. നല്ല തണുപ്പ് റൂമില്, പക്ഷെ കമ്പളിക്കകത്ത് കയറിയ പ്രശ്നമില്ല കേട്ടോ. അതെ, അപ്പോഴേ നാളെ നമുക്ക് രാവിലെ എണീറ്റ് പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകണ്ടേ? പിന്നെ പോണം.
അപ്പോൾ എന്നാൽ പിന്നെ നാളെ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.